നിലമ്പൂരിൽ വെൽഫെയർ പാർട്ടി കോൺഗ്രസിന് പിന്തുണ നൽകിയത് മതേതര ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയും അവസരവാദ രാഷ്ട്രീയവുമാണ് എന്ന് പറയുന്നു കത്തോലിക്ക കോൺഗ്രസ്. വോട്ടിന് വേണ്ടി മത തീവ്രതയെ മാന്യവത്കരിക്കുന്നുവെന്നും വിമർശനമുണ്ട്. കത്തോലിക്ക കോൺഗ്രസ് താമരശ്ശേരി രൂപത ഘടകത്തിൻ്റെതാണ് പ്രതികരണം. രാഗൻ വിവരങ്ങളുമായിട്ട്. രാഗൻ, ഈ വർഗീയ ഛായ്വ് അത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ കണ്ടുവരികയാണ്. എല്ലാ മുന്നണികളിൽ നിന്നും എല്ലാ നേതാക്കളിൽ നിന്നും ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ പറഞ്ഞോ പറയാതെയൊക്കെ ഈ കാര്യങ്ങളെ പരാമർശിച്ചു പോവുകയാണ്. ഇപ്പോൾ അത് അതിൻ്റെ ഒരു അടുത്ത രൂക്ഷമായ ഘട്ടത്തിലേക്ക് പോകുന്നു. കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഒരു ഔദ്യോഗിക പ്രതികരണം എന്ന നിലയ്ക്ക് ഈ കാര്യങ്ങൾ വരുന്നു. തീവ്രവാദത്തെ അല്ലെങ്കിൽ മത തീവ്രവാദത്തെ മാന്യവൽക്കരിക്കുന്ന ഒരു നടപടി ഉണ്ടാകുന്നെന്ന വിമർശനമാണ്. തീർച്ചയായും ഈ സഭയോട് ചേർന്ന് നിൽക്കുന്ന വിശ്വാസികളുടെ കൂട്ടായ്മയാണ് ഈ കത്തോലിക്ക കോൺഗ്രസ്. കത്തോലിക്ക കോൺഗ്രസിന്റെ താമരശ്ശേരി രൂപത ഘടകമാണ് ഈ വാർത്താക്കുറിപ്പിലൂടെ ഇക്കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ അവർ പറയുന്നത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ മതരാഷ്ട്രവാദം മുന്നോട്ട് വയ്ക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകൂടുകയാണ് ഇപ്പോൾ കോൺഗ്രസ് ചെയ്യുന്നത്. അത് എല്ലാ മൂല്യങ്ങളെയും ഇടിച്ചുതാഴ്ത്തുന്നതാണ്, മൂല്യങ്ങളെ ബലികഴിപ്പിക്കുന്നതാണ് എന്നതാണ് അതിൽ പറയുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ PDP LDF പിന്തുണ കൊടുക്കുന്നുണ്ട്. അതിന്റെ പേരിൽ ഈ വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള കൂട്ടുകെട്ടിനെ ന്യായീകരിക്കുന്നത്, അല്ലെങ്കിൽ വെള്ളപൂശുന്നത് ശരിയല്ല എന്ന നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. അത് ഒരു തെറ്റിനെ മറ്റൊരു തെറ്റുകൊണ്ട് ന്യായീകരിക്കലാണ്, മറ്റൊരു തെറ്റുകൊണ്ട് നേരിടലാണ് എന്നും അതിൽ പറയുന്നുണ്ട്. മതേതരത്വത്തിന് മുഖമായിരുന്നു ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസ് പാർട്ടി. പക്ഷേ ആ പാർട്ടി ഇപ്പോൾ ഇവരുമായി കൂട്ടുചേരുന്നതിലൂടെ എല്ലാ മൂല്യങ്ങളും എല്ലാ കാര്യങ്ങളും തകർക്കുകയാണ് എന്നതാണ് അതിൽ പറയുന്ന മറ്റ് കാര്യങ്ങൾ. കൂടാതെ ഒരു വശത്ത് മുന്നണികൾ, അത് രണ്ട് മുന്നണികളെ ഉദ്ദേശിക്കുന്നത്, ഒരു വശത്ത് മുന്നണികൾ മതവർഗീയവാദത്തിനെതിരെ പറയുകയും എന്നാൽ മറുവശത്ത് അവരെ ഒപ്പം കൂട്ടുകയും ചെയ്യുന്നത് അത് അപമാനകരമാണ്. മാത്രമല്ല ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നടക്കമുള്ള കാര്യങ്ങളും ഇതിൽ പറയുന്നു. നിലമ്പൂർ ജനത ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇത് തുറന്നു കാട്ടണമെന്ന കാര്യവും കൂടി ഇതിന്റെ ഭാഗമായി തന്നെ പറയുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ ഈ വിഷയം ഇപ്പോൾ സജീവ ചർച്ചയും വിവാദവും അതോടൊപ്പം തന്നെ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെയായി മണ്ഡലത്തിൽ സജീവമായി നിറയുകയാണ്. ഈ ഘട്ടത്തിലാണ് വിവിധ സംഘടനകൾ അവരുടെ നിലപാടുകൾ പ്രഖ്യാപിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു വാർത്താക്കുറിപ്പും വന്നിരിക്കുന്നത്.